പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. അതെ, ഈ ഒരു ബമ്പർ എടുക്കട്ടെ. അയ്യോ, ബമ്പർ ആണെങ്കിൽ വേണ്ട. അതെന്താ ബമ്പർ തന്നെ പിടിച്ച് കടിച്ച? ഓ, എന്ത്? തൻ്റെ ലോട്ടറി എടുക്കാം, എനിക്കൊരു ക്വാർട്ടർ വാങ്ങിക്കൊണ്ട് തരും. അയ്യോ, വന്നു. അതെ, ഈ 8:30 ബസ് പോയോ? എപ്പോഴേ പോയി. ചായ കിട്ടിയില്ലല്ലോ. എന്തായിരുന്നു? നീ അല്ലടാ നാറ് കള്ള് നാറെന്ന് പറഞ്ഞ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞേ. ആ ഇനിയിപ്പോ എന്തായാലും ഇതെല്ലാം തീരാണ്ട് ഞാൻ വരുമല്ലോ. കഴിഞ്ഞില്ലേ? ഓഫ്, ഒന്ന് പെട്ടെന്ന് ആകട്ടെ, സമയമില്ല. ലിഫ്റ്റ് കൊടുത്തവളെ വീട്ടിൽ നീ കണ്ടോ? ആരുവാടാ അത്? സെന്റ് ജോസഫ്സ്. പോയില്ലേ? ഞാനൊരു പറമ്പിൽ ചെന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ഒത്ത തെങ്ങ് നോക്കി വെക്കും, എന്നിട്ട് ചെത്താൻ കയറുമ്പോണ്ടല്ലോ അത് മണ്ടരി കുത്തി പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. സെയിം സിറ്റുവേഷനാ ഇപ്പൊ ഒരു അനുഭൂതി ഉണ്ടാവാനല്ലേ. നീ അവിടെ കയറിയ ആവുമ്പോട്ടറാ, നീ ഒന്നും ഇങ്ങോട്ട് കേറി വന്നേ. നമ്മൾ ഈ കോളേജിൽ പോണെന്തിനാ? നീ എന്നെ ഞാൻ എന്നാത്തിനായിരുന്നു? സഞ്ജയ് അറിയോ? പിന്നെ അറിയാതെ അല്ലേ? എന്നാ അകത്തേക്കില്ലേ, ഞാൻ എന്റെ കാർഡിന് ചെറിയ പണി എടാ പോയി കളയരുത്, കാണണം. ആ കാണും. അല്ലേ സഞ്ജയ് ആരാ? അറിയത്തില്ല, വാ കാണാൻ പോലെ വാടാ. അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോ മോർ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം മുതൽ ഈ കോളേജിൽ നിന്നും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരി മിസ് സഞ്ജന മാധവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കളറായി വന്നേനെ. എന്തിന്? ഇത് കൊള്ളാലോ. കളറാൻ പറ്റിയ മഞ്ഞക്കിളി വീണെന്ന് തോന്നണേ.